സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി ഇന്ന് തൃശ്ശൂരിലാണ്. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ ലൂർദ് പള്ളിയിൽ സന്ദർശിച്ച് അദ്ദേഹം പ്രാർത്ഥന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സൂരജ് സജി ലൂർദ് പള്ളിക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പറയൂ സൂരജ് സജി, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ പുരോഗമിക്കുകയാണല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങോട്ടായിരിക്കും? എന്തായാലും ലൂർദ് പള്ളിയിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. തന്റെ വിജയശേഷമാണ് ലൂർദ് പള്ളിയിലേക്ക് സുരേഷ് ഗോപി ആദ്യമായി എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ കല്യാണത്തിന് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ എത്തുകയും ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ ഈ സൈബർ ആക്രമണം ഉൾപ്പെടെ ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നേരിടേണ്ടി വന്നു. ഈ കിരീടത്തിൽ, അതായത് വഴിപാടായി സമർപ്പിച്ച കിരീടത്തിൽ ചെമ്പുണ്ടെന്ന് ആരോപിച്ചായിരുന്നു വലിയ സൈബർ ആക്രമണം നേരിട്ടത്. പിന്നീട് അദ്ദേഹം തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. താൻ തന്റെ വഴിപാടാണ് സമർപ്പിച്ചത്, തന്റെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യാവുന്ന കാര്യം ചെയ്തു, അത് തന്റെ വഴിപാടാണ്, സ്വകാര്യതയാണ്, സ്വകാര്യതയിലേക്ക് കടന്നു കയറരുത് എന്ന തരത്തിൽ ഈ സൈബർ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെ ശക്തമായ രീതിയിൽ അന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ലൂർദ് മാതാവിന്റെ അരികിലെത്തും എന്ന് അന്ന് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അന്ന് പറഞ്ഞതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പള്ളിയിൽ സന്ദർശനം നടത്തി ഇപ്പോൾ ഈ ലൂർദ് മാതാവിനെ വണങ്ങി ദൃശ്യങ്ങളിൽ കാണുന്നതാണ്, പ്രാർത്ഥന അർപ്പിച്ച് പോകുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് സുരേഷ് ഗോപി ഈ മണ്ഡല സന്ദർശനമുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഈ അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാരെ ഒന്നും അഭിവാദ്യം ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് മന്ത്രിയായി ചുമതലയെടുക്കുന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ചുരുങ്ങിയ സമയം മാത്രമാണ് സുരേഷ് ഗോപിക്ക് അന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവർത്തകരെയും വോട്ടർമാരെയും അഭിവാദ്യം ചെയ്യുന്നതിനായി മണ്ഡല പര്യടനം ഉണ്ടാവും. അത് 10 മണിയോടുകൂടി ഗുരുവായൂരിൽ നിന്നാണ് തുടങ്ങുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ലൂർദ് പള്ളിയിലെ ചടങ്ങുകൾ അവസാനിക്കുന്നതോടുകൂടി ഈ മണ്ഡല പര്യടനത്തിനായി സുരേഷ് ഗോപി തിരിക്കുകയും ചെയ്യും. ഓക്കെ, സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് പള്ളി സന്ദർശനത്തിൻ്റെയും പ്രാർത്ഥന നടത്തിൻ്റെയും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.